നമസ്കാരം. അങ്ങനെ 2025 ഇന്ന് രാത്രി 12 മണിയോടുകൂടെ അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ ഇന്നും ഈ 2000-ന് മുകളിലോട്ട് ഉള്ളതായ കാലഘട്ടം ജീവിച്ചവരും 2000-ന് ശേഷം ജീവിച്ചവരും അനേകം പേർ ഇന്നും ഈ ഭൂമിയിൽ ഉണ്ട്. അതൊരു സന്തോഷമാണ്. ഞാൻ 2000-ന് മുന്നേ ജനിച്ച ആളാണ്. അപ്പോൾ 1971 ഞാൻ ജനിച്ചത്. അപ്പോൾ എനിക്ക് ഈ നൂറ്റാണ്ടും കാണാനുള്ള ഭാഗ്യം ഈശ്വരൻ തന്നു, അതാണ് സത്യം. അപ്പോൾ നമ്മൾ ഈ വർഷം എന്തെല്ലാം സംഭവങ്ങൾ അഭിമുഖീകരിച്ചാണ് മുന്നോട്ട് പോയതെന്ന് അറിയാമല്ലോ. പിന്നെ 2020-ലൊക്കെ ഭയങ്കരപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു, കൊറോണയും ബാക്കിയുള്ള. ഇപ്പോൾ മറ്റുള്ള പ്രശ്നങ്ങൾ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പ്രശ്നങ്ങളും, ജാതിയോടും മതത്തോടും അങ്ങോട്ട് തമ്മിലടി ഇങ്ങോട്ട് തമ്മിലടി, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ. അപ്പോൾ അതിന്ന് രാത്രി 12 മണിയോടുകൂടെ ഈ വർഷം അങ്ങനെ പൂർത്തിയാകുന്നു. ഇനി വരുന്നത് 2026. ഇനി എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഈ ലോകത്തുണ്ടാകുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങൾ നോക്കുമ്പോൾ വൻ പ്രശ്നങ്ങൾ 2026 നടക്കുമെന്നാണ് അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. 2026 വൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭൂകമ്പങ്ങളും കൊടുങ്കാറ്റും മറ്റു പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ ആഞ്ഞടിക്കും എന്നുള്ളതിന് ഒരു മാറ്റമില്ല. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതിയ വർഷം പുതിയ നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും എല്ലാവരുടെ ജീവിതത്തിലെ നന്മകളും എല്ലാം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ.